കേരളത്തിൽ നിന്നും ശബരിമലയിൽ നിന്നും തന്ത്രി യാത്ര ചെയ്ത് കർണാടകയിലെത്തി ഒരു ജ്വല്ലറി അവിടെ പൂജ ചെയ്യുകയാണ്, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. ആ മുതലാളി അകത്തായിരിക്കുകയാണ്. ആ മുതലാളിയുടെ മൊഴി ഇനി നമ്മുടെ തന്ത്രിക്കെതിരെ വരുമോ? ഹൈക്കോടതിയിൽ 2 ബെഞ്ചുകളാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഒന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചും അവരാണ് ഈ കേസ് സുവമോട്ടോയായിട്ട് എടുത്തതും ഈ കേസ് മോണിറ്റർ ചെയ്യുന്നതും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തതല്ല. 2 ദിവസത്തിന് മുമ്പ് 2-3 പേരുടെ ജാമ്യ ഹർജി ജസ്റ്റിസ് ബദറുദ്ദീൻ സാഹിബിൻ്റെ ബെഞ്ചിൽ വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം തള്ളിയിട്ട് അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. വളരെ പച്ചയ്ക്ക് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആരെയാണ് പേടി എന്നാണ് ചോദിച്ചത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആരെയാണ് പേടി? കാര്യം കഴിഞ്ഞ ഹിയറിങ്ങിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വി വാണ്ട് ടു സീ ഹിം ഓൾ എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ പേരെയും കോടതിക്ക് മുമ്പ് ഹാജരാക്കണമെന്ന് തന്നെയാണ് കഴിഞ്ഞ തവണ കൊടുത്തിരുന്ന നിർദ്ദേശം. ഇന്നലെ ബദറുദ്ദീൻ സാഹിബിൻ്റെ ബെഞ്ചിൽ വന്നപ്പോഴത്തേക്ക് അതിനേക്കാളും വളരെ രൂക്ഷമായിട്ട് അദ്ദേഹമല്ല ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അപ്പോയിൻമെൻറ്റ് ചെയ്തതെങ്കിൽ പോലും ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ ഒരു പ്രോസിക്യൂഷന് താങ്ങാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു, SITക്ക് സഹിക്കാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. അവർക്കൊണ്ട് ഈ പണി പറ്റത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ പോയിൻ്റ് ഔട്ടായിട്ട് ചോദിച്ചത്, നിങ്ങളുടെ പുറത്ത് സംശയത്തിൻ്റെ നിഴലുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ADGPക്കെതിരായിട്ട് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നാണമുണ്ടെങ്കിൽ അയാൾ ആ ജോലി കളഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്. കാര്യം സംശയത്തിൻ്റെ നിഴൽ ഒരു ADGP പോലുള്ള ഒരാളുടെ പുറത്ത് വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ മറ്റു 16 പേരെ പോലെ 17ാമത്തെ ആളാണെന്ന് പറയും പോലെ തന്നെയാണ് കോടതി പറഞ്ഞു വെച്ചത്. കോടതിക്ക് ഏറ്റവും അസ്വാരസ്യം ഉണ്ടായ കാര്യം, ഈ അകത്ത് കിടക്കുന്ന ആറന്മുള പപ്പൻ്റെ 2 സഹയാത്രികരുണ്ടായിരുന്നു ബോർഡിൽ. അതിൽ ഒന്ന് ഒരു തൃശ്ശൂർ റേഞ്ച് DIGയുടെ അച്ഛനാണ്, ശങ്കർദാസ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കോടതിക്ക് ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തെയും കൂടെ ഉണ്ടായിരുന്ന വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കോടതിക്ക് വളരെ ആശ്ചര്യം തോന്നിയത്. കാര്യം ഒരേ യോഗത്തിലെ ഒരേ മിനിറ്റ്സിൽ ഒപ്പിട്ട അതിൻ്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നു, ബാക്കി 2 പേരും അവർ സ്കോട്ട് ഫ്രീ ആയിട്ട് പോകുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഉത്തരം പറയാനില്ല ADGPക്ക്. അപ്പോൾ ADGP പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത വിചാരണ വരുമ്പോഴത്തേക്ക് എന്നെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയാനാണ് സാധ്യത. കാരണം നമ്മുടെ മുമ്പേ വേറെ 2-3 ഉദാഹരണങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോൾ തന്നെ ഫയർ സർവീസിലിരിക്കുന്ന യോഗേഷ് ഗുപ്ത, അദ്ദേഹത്തെ EDയുടെ ഡയറക്ടറാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പോലും, അദ്ദേഹം എലിജിബിൾ ആണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലും ഇത്രയും ദിവസമായിട്ടും ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അതായത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾ DGP ആണെങ്കിൽ പോലും അയാൾ രക്ഷപ്പെടില്ല എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തേക്കുന്നത്. യോഗേഷ് ഗുപ്തയുടെ ആ ദയനീയത നമ്മളൊക്കെ കണ്ടതാണ്. ഇനി എന്താ പറയുന്നത്, ഈ അരിവാൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ജേക്കബ് തോമസിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പേ ഉണ്ട്. ഇവരൊക്കെ ഈ ADGPയെക്കാളും 1 സ്റ്റാർ കൂടുതൽ ഉണ്ടായിരുന്ന DGPമാരാണ്. അവരൊക്കെ കരഞ്ഞ് കണ്ണീരുമായിട്ടാണ് ഇറങ്ങിയതും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ജേക്കബ് തോമസിന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. കിട്ടിയെന്നിടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ പെൻഡൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പോലും ഗവൺമെൻറ്റിനെ കുരുക്കാവുന്നിടത്തോളം കുരുക്കുമെന്ന് ഉറപ്പായിരിക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഇതിനകത്ത് ഇൻ്ററാലിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ദേവസ്വം ബോർഡ് ഇതിനകത്ത് പ്രതിയാണ്, വാദിയല്ല. അപ്പം ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റും പ്രതിയാണ്. ഗവൺമെൻറ് പ്രതിയായിരിക്കുന്ന ഒരു കേസിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാൽ എന്ത് പ്രോഗ്രസ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ നീതിപീഠത്തിൻ്റെ മുമ്പെയുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ശബരിമല കേസ്. 16 പേർക്കെതിരായിട്ട് FIR ഇട്ടിട്ട് ഇതുവരെ 9 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 7 പേരെ തൊടാൻ ഇവർക്ക് എന്താണ് പേടി? പ്രധാനമായിട്ടും ഇതിനകത്ത് ഇദ്ദേഹം ചോദിച്ചത് മാതിരി ഈ തന്ത്രിയും ഈ ഗോവർദ്ധനുമായിട്ടുള്ള കൊളാബറേഷൻ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അവർ തമ്മിൽ ഒരുപാട് ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 1.25 കോടി രൂപയോളം അദ്ദേഹം
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്ന് പറയുന്നു. ചുമ്മാ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അത്രയ്ക്കുള്ള അതിൻ്റെ എത്രയോ ഇരട്ടി സ്വർണം കിട്ടിയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. മാത്രമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ തന്നെ ഈ ക്രിയേറ്റീവ് ആർട്സിൻ്റെ തന്നെ അവർ 2009 തൊട്ട് ശബരിമലയിലെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. കാര്യം ഈ കലശം അവിടെ കലശം സ്വർണം പൊതിയാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അവർ 2009 തൊട്ട് 2019 അല്ല 2009 തൊട്ട് തന്നെ ഇവർ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് 1 മാസത്തോളം പണി ചെയ്തതായിട്ടാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പോൾ ഇത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ 2019 തൊട്ടുള്ള കാര്യം തൊട്ടല്ല, 2009 തൊട്ടുള്ള കാര്യങ്ങളല്ല, 99 തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ, 98 തൊട്ട് ഇത് സ്വർണം പൊതിയാൻ തുടങ്ങിയത് തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഈ FIR പ്രതികളായ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ദേവസ്വം ബോർഡിൽ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്നു എന്നുള്ളത് ആൾക്കാരെ കൊഞ്ഞണം കാട്ടുന്നതിന് തുല്യമാണ്. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളി കണ്ടെടുത്ത ഈ പീഠം കണ്ടെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ അവരിതുവരെ ഒരു സീൻ മേസർ പോലും തയ്യാറാക്കിയോ അത് സൂക്ഷിച്ചവരെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിനകത്ത് 2 നിഴലുകൾ അന്വേഷണ സംഘത്തിനോട് ചെയ്യാൻ പറ്റത്തില്ല. കോടതി പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ലെന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ പിടിക്കില്ല. ഇല്ല, ഇനിയിപ്പം ഇവരെ എന്തായാലും പിടിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് കോടതിയുടെ മുമ്പ് ഇതുവരെയും കൊണ്ടുവരാത്ത 2 ഷാഡോസ് ഉണ്ട്. ഒന്ന്, ഈ ക്രിയേറ്റീവ് ആർട്സിൽ നിന്ന് ചെന്നൈയിൽ നിന്നും ബെല്ലാരിയിലേക്ക് സ്വർണം കൊണ്ടുപോയ ലോകേഷിനെ ഇതുവരെയും അവർ അറസ്റ്റ് ചെയ്യുകയോ പ്രതിയാക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടെ ഈ പീഠം കൊണ്ടുവയ്ക്കാൻ പോയ ആ സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ പേര് പോലും ഇതുവരെ മീഡിയയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് രസം. അപ്പോൾ ഈ അന്വേഷണ സംഘം എന്തുമാത്രം ഷേഡിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ശ്രീ H. വെങ്കടേഷിനെ പോലെയുള്ള ഇത്രയും സമർത്ഥനായ ഒരു ഓഫീസർ എന്തുമാത്രം നിസ്സഹായനായിരിക്കുന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യമായ സ്ഥിതിക്ക് കോടതി അടുത്ത ഹിയറിങ്ങിൽ വേറൊരു അന്വേഷണ സംഘത്തെ നിയമിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഘടന മാറ്റാനാണ് സാധ്യത. കാര്യം കോടതിക്ക് ബോധ്യമാവും, മനസ്സിലാവുന്നില്ല, കോടതിക്ക് മനസ്സിലായി, പക്ഷേ കോടതിക്ക് ബോധ്യമാവും ഈ അന്വേഷണ സംഘത്തെ കൊണ്ട് ഇതിനേക്കാളും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് ഒരു എന്താ പറയുന്നത് ഒരു സിൽവർ ജൂബിലി ഡേയും കൂടെയാണ്. സെപ്റ്റംബർ 7-നാണ് ഈ മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. 100 ദിവസങ്ങൾ കഴിഞ്ഞു. കോടതി കേസെടുത്തതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം 70 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരു കേസന്വേഷണത്തിൻ്റെ ഗോൾഡൻ ഡേയ്സ് എല്ലാം കഴിഞ്ഞു. കാര്യം പ്രധാനമായിട്ടുള്ള റെക്കോർഡുകൾ തിരുത്താനും നശിപ്പിക്കപ്പെടാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും ഒക്കെ ഉള്ളൊരു സമയം ആൾറെഡി കഴിഞ്ഞു. ഇതില്ലെങ്കിൽ ഇനിയും കോടതി കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ, ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഇത് മറ്റൊരു തെളിയാ കേസായിട്ട് സുകുമാരക്കുറുപ്പിൻ്റെ കഥ പോലെ ഇതൊരു തെളിയാ കേസായിട്ട് വീണ്ടും ഇത് പോകാനാണ് സാധ്യത. കാര്യം ഈ സ്വർണം പൊതിഞ്ഞതിന് തന്നെ പല രേഖകളും ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷേ ഭാഗ്യത്തിന് ഈ രേഖകൾ ഹൈക്കോടതിയുടെ കയ്യിലുണ്ട്. ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വർണം പൊതിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ദേവസ്വം ബോർഡ് നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് കോടതി രേഖകളാണ്. അതെന്തായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ചില രേഖകൾ ഹൈക്കോടതിയിൽ തന്നെ ഉണ്ട്. അത് അവിടെ നിന്ന് എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. കോടതിക്ക് ഇനി എങ്ങനെ ആയുധം എടുക്കാൻ സാധിക്കുമെന്ന് എനിക്കും വ്യക്തതയില്ല. ഇത് കാര്യം കോടതി തന്നെ ഈ കേസിൽ വാദിയാണ്. കോടതി തന്നെയാണ് FIR ഇടാൻ പറഞ്ഞത്. കോടതി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ കോടതി പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള അടുത്ത പോകുമ്പഴി എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഊഹിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കോടതി അലക്ഷ്യമാവും.